രാജ്യസഭ എംപിയും കോൺഗ്രസിന്റെ പ്രമുഖ നേതാവുമായിട്ടുള്ള അഭിഷേക് സിംഗ്വി ഒരാശയം മുന്നോട്ട് വെച്ചു. രാഹുൽ ഗാന്ധിയുടെ ഒരു തിരിച്ചുവരവ്, കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് ലക്ഷ്യം വെച്ചായിരുന്നു അദ്ദേഹം ആ ആശയം മുന്നോട്ട് വെച്ചത്. രാഹുൽ ഗാന്ധിയുടെ ഒരു പദയാത്ര, രാജ്യത്തുടനീളം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു പദയാത്ര നടത്താൻ കോൺഗ്രസ് തീരുമാനിക്കണം എന്നതായിരുന്നു അഭിഷേക് സിംഗ്വി മുന്നോട്ട് വെച്ച ആശയം. ആ ആശയത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കപ്പുറത്ത് സോഷ്യൽ മീഡിയയും മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് ഇതിലൂടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളത്. രാഹുൽ ഗാന്ധി പത്തി വിടർത്തി ഒരു തിരിച്ചുവരവ് ഉണ്ടാകണമെന്നുള്ള രീതിയിലാണ് അഭിഷേക് സിംഗ്വി ആ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധി ഈ ആശയം സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുമുള്ളത്, കോൺഗ്രസിന്റെ പ്രവർത്തകർക്കുമുള്ളത്. ഇത് സ്വീകരിച്ച് രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവിധത്തിലും രാജ്യത്തുടനീളം വലിയ ഒരു തരംഗം സൃഷ്ടിക്കാൻ കോൺഗ്രസിന് സാധിക്കുക തന്നെ ചെയ്യും. ചരിത്രം പറയുന്നുള്ളതും അത് തന്നെയാണ്, കണക്കുകൾ സൂചിപ്പിക്കുന്നുള്ളതും അതുതന്നെയാണ്. എടുത്തു പറയേണ്ടത് YSR രാജശേഖര റെഡ്ഡിയുടെ പദയാത്ര. ആ പദയാത്രയുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി നായകനായിട്ടുള്ള യാത്ര എന്ന ഒരു ചിത്രമടക്കം മുന്നോട്ട് വന്നിട്ടുമുണ്ട്. എന്നാൽ അതിനുശേഷം ചില പ്രശ്നങ്ങൾക്ക് ശേഷം 2009 അദ്ദേഹത്തിന്റെ മകൻ ജഗൻമോഹൻ റെഡ്ഡി YSR കോൺഗ്രസ് എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല ആളുകളും, അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന MLA-മാരും MP-മാരും TDP-യിലേക്ക് ചേക്കേറിപ്പോയ ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന സംഭവത്തെ അദ്ദേഹം നേരിടേണ്ടി വന്നു. അതിന് തൊട്ട് പിന്നാലെ എൻഫോഴ്സ്മെന്റിന്റെ വലിയ തുടർച്ചയായിട്ടുള്ള അന്വേഷണങ്ങൾ അടക്കം ജഗൻമോഹൻ റെഡ്ഡി നേരിടേണ്ടി വന്ന ഒരവസ്ഥയിലും അദ്ദേഹം YSR കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ടായി. എന്നാൽ തകർച്ചയിൽ നിന്നും പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് തൻ്റെ അച്ഛൻ്റെ പാത പിന്തുടരുകയായിരുന്നു ജഗൻമോഹൻ റെഡ്ഡി. ജഗൻമോഹൻ റെഡ്ഡി ആ പാത പിന്തുടർന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ യാത്ര എന്ന സിനിമയിൽ പറയുന്നത് പോലെ YSR രാജശേഖര റെഡ്ഡിയുടെ പദയാത്രയെ ഏറ്റുപിടിച്ചുകൊണ്ട് ജഗൻമോഹൻ റെഡ്ഡി ഒരു പദയാത്ര നടത്തുകയുണ്ടായി. ആ പദയാത്ര തുടങ്ങിയത് 2017 ഒടുവിൽ ആ പദയാത്ര അവസാനിച്ചത് 2019 ജനുവരിയിലായിരുന്നു. പദയാത്രയ്ക്ക് മുമ്പുണ്ടായിരുന്ന ജഗനല്ല പദയാത്രയ്ക്ക് ശേഷമുണ്ടായത് എന്നായിരുന്നു പലരും അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടി പോകുന്ന ജഗൻമോഹൻ റെഡ്ഡി അദ്ദേഹത്തിന് നേട്ടമുണ്ടാക്കി കൊടുത്തത് പദയാത്രയിലൂടെയായിരുന്നു. അത് മാത്രമല്ല, എന്തിനു പറയണം, നമ്മുടെ കൊച്ചു കേരളത്തിൽ VK ശ്രീകണ്ഠൻ പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടാക്കിയ ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന വിജയം, അതിന് പിന്നിലുമുണ്ട് ഒരു പദയാത്ര. ആ പദയാത്ര എന്ന് പറയുന്നത് ജയ് ഹോ എന്ന പേരിലായിരുന്നു ആ പദയാത്ര VK ശ്രീകണ്ഠൻ മുന്നോട്ട് വെച്ചത്. 361 കിലോമീറ്റർ ആയിരുന്നു VK ശ്രീകണ്ഠൻ ആ പദയാത്രയുമായി മുന്നോട്ട് പോയത്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആ പദയാത്രയിലൂടെ VK ശ്രീകണ്ഠന് സാധിച്ചു. അങ്ങനെ ഒരു വലിയ പദയാത്ര തന്നെയാണ് രാഹുലിനെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ലക്ഷ്യത്തോടു കൂടി കോൺഗ്രസ് മുന്നോട്ട് വരുന്നത്. അങ്ങനെ ഒരു പദയാത്ര രാജ്യത്തുടനീളം നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിലേക്കുള്ള ഒരു ഇറങ്ങിച്ചെല്ലലുമാകും, ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു വലിയ പരിഹാരവും അതിലൂടെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. എന്തായാലും ഈ പദയാത്രയ്ക്ക് രാഹുൽ ഗാന്ധി സമ്മതം മൂളും എന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കുമുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.